ഹലോ വ്യൂവേഴ്സ്, ഇന്ന് മാന്തൾ കൊണ്ട് ഒരു കറി ഉണ്ടാക്കലാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഏതാണ്ട് 3/4 കിലോ മാന്തൾ എടുത്തിട്ടുണ്ട്. കുറച്ച്, അതായത് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ട് വേപ്പിലയും. ഇത്രയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള മാന്തൽ കറി എന്ന നിലയിൽ ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത്, ഇതിലേക്ക് ഇടുന്നത് ഒരു 3 ഉള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, അതുപോലെ 4 പച്ചമുളക് ചതച്ചത്. ഇതിൽ ഞാൻ മുളക് പൊടി തീരെ ചേർക്കുന്നില്ല. ഇത്രയും ചേർത്ത് ഒന്ന് നന്നായി തിരുമ്മുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇത്രയും മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടപ്പുളി വെള്ളത്തിലിട്ടതാണ്, അതായത് ഒരു തുടം കുടപ്പുളി അത് വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കുക. കുടപ്പുളി ഇങ്ങനെ ചീന്തിയെടുത്തതാണ്. ഇപ്പോൾ വെള്ളത്തിലിട്ട കാരണം നന്നായി അലിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇതിപ്പോൾ ഇത്തിരി പുളി കുറവാണ്. പുളി കൂടുതൽ വേണമെന്നുള്ളവർ ഒരു കഷ്ണം കൂടി കുടപ്പുളി എടുക്കാവുന്നതാണ്. അരമുറി നാളികേരം ചെരുകി പാലെടുത്തതാണ്. അതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. നന്നായി തിള വരുമ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിടുക. ഇപ്പോൾ മീൻ കറിയിലെ കഷ്ണങ്ങളൊക്കെ നന്നായി നാളികേരപ്പാലും നമ്മൾ ചേർത്തതായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആയിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഏതാണ്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കയ്യിലോണ്ടൊന്നും ഇളക്കണ്ട, ഒരു തുണി വെച്ചിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഏതാണ്ട് 3/4 കപ്പ്, അധികം കട്ടി വേണ്ട എങ്കിൽ കൂടിയിട്ട് 2-ാം പാല്, തേങ്ങയുടെ പാല് അതും കൂടി ചേർത്ത് ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതായിട്ടുള്ള മാന്തൾ കറി ആണ്, മാന്തൾ മീൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ കുറേശ്ശെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുമുണ്ട്, അതിലേക്ക് തിള വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.